ഈ പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പരാതി കൊടുത്താലും തേച്ച് മായ്ച്ച് കളയും. എനിക്ക് നന്നായിട്ടറിയാം. എന്ത് പരാതി കൊടുത്താലും ഏത് നിലവാരത്തിൽ പോയാലും. പോലീസ് ടെലികമ്മ്യൂണിക്കേഷനിലെ ഉദ്യോഗസ്ഥനായ ജെയ്സൺ അലക്സ് ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരത്തായിരുന്നു ആത്മഹത്യ നടന്നത്. ഈ ജെയ്സൻ്റെ വീട് കൊല്ലം കാഞ്ഞിരക്കോടാണ്, കുണ്ടറക്കടത്തിൽ കാഞ്ഞിരക്കോടാണ്. ജെയ്സൺ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അമ്മയുമായി ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ജോലി സ്ഥലത്തുള്ള പീഡനം ആണ് അമ്മേ ഞാൻ മരിക്കാൻ കാരണം എന്നടക്കം ഈ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ നമ്മളോടൊപ്പം ചേരുന്നു. അമ്മേ, ഈ ജെയ്സൺ ചേട്ടൻ മരിക്കാനുള്ള കാരണം സമ്മർദ്ദം തന്നെയാണ്. അവൻ എന്നെ ഫോൺ ചെയ്യുമ്പോഴെല്ലാം പറയുന്നത്, അമ്മ എനിക്ക് ഒത്തിരി സമ്മർദ്ദമുണ്ടമ്മ. അമ്മയ്ക്കറിയാവില്ലേ, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ലെന്ന്. ഈ 6 കോടിയുടെ പ്രോജക്റ്റ് വന്നപ്പോഴേ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് 6 കോടിയുടെ ഒരു പ്രോജക്റ്റാണ്, അതിൻ്റെ ഒരു പാട്ട് മാത്രമാണ് അവൻ, പക്ഷേ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും അവനാണ് ചെയ്യേണ്ടത്. ഒരു പാട്ടാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം തലപ്പത്തുള്ളവരാണ്. പക്ഷേ ഇവൻ ആ സിറ്റിയിലായതുകൊണ്ട് അവസാനം ഇവനാണ് അത് ഒപ്പിട്ട് കൊടുക്കേണ്ടത്. എല്ലാവരും ഒപ്പിടാൻ തയ്യാറാണ്, പക്ഷേ അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഇവൻ ഒപ്പിടാൻ വിസമ്മതിച്ചു. അതിന് കാരണമുണ്ട്. അത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അവരിനി പറയുമോയെന്ന് എനിക്കറിയില്ല. സമ്മർദ്ദം കൊണ്ടാണെന്നുള്ളത് കറക്റ്റാണ്. എന്തുകൊണ്ടായിരുന്നു ഒപ്പിടാത്തത് എന്ന് പറഞ്ഞായിരുന്നോ? ഒപ്പിടാത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പാളിച്ചയുണ്ട്. ഞാനത് അവൻ മറ്റുള്ളവരത്തൊക്കെ വിശദീകരിച്ചെന്നാണ് പറയുന്നത്. അവരത് അംഗീകരിച്ച് കാണത്തില്ല. അപ്പോൾ അത് ക്ലിയർ അല്ല, അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. അത് തിരുത്തി അത് ക്ലിയർ ആയതിനു ശേഷം അവൻ ഒപ്പിടാം എന്നുള്ളതാണ് അവൻ മനസ്സിൽ വിചാരിച്ചത്. അവൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ അടുത്ത് പറയും. അവനെ ഒരു ലീവ് പോലും എടുത്ത് എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വരാറില്ല. പക്ഷേ എല്ലാ ദിവസവും 10 മണിക്ക് അവൻ്റെ മനസ്സിലിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും എൻ്റെ അടുത്ത് പങ്കുവയ്ക്കും. എൻ്റെ മൂത്ത മോനാണ്, ഞാൻ മിടുക്കനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന മോനാണ്, ബുദ്ധിയുള്ളവരാണ്, ശാന്തനാണ്. ഒരിക്കൽ എൻ്റെ അടുത്ത് പറയാം, അമ്മ ഞങ്ങൾ ഒരുമാതിരി ചട്ടമ്പികളെ പോലെ റൗഡികളെ പോലെ വളർത്താൻ എങ്കിലും എനിക്ക് എൻ്റെ തലയിൽ വയ്ക്കുന്ന ഭാരം കുറച്ച് ചുമക്കാൻ എനിക്ക് ചുമട് കുറയുമായിരുന്നു. കാരണം എല്ലാ ജോലിയും പിടിച്ചു വെച്ച് കൊടുക്കുമായിരുന്നു. അവനത് സഹിക്കാൻ വയ്യെങ്കിലും ജോലി ചെയ്യാൻ മനസ്സുള്ളതുകൊണ്ട് എല്ലാ ജോലിയും നല്ല ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. ആ ആത്മാർത്ഥതയാണ് ഇവനെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതലാണ് ഇരുത്തിയത്. 12 വർഷം പട്ടത്ത് 10 വർഷമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ HQയിൽ വന്നിട്ട് സിറ്റിയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷമേ ഉള്ളെന്ന്. അപ്പം അവിടുന്ന് ഇവിടെ 3 വർഷം കഴിയുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ ഇവനെ ഇരുത്തിയേക്കുന്നത് VIP ഡ്യൂട്ടി ഏത് വന്നാലും അവനാണ് ചെയ്യുന്നത്. എപ്പോഴും പറയും, അമ്മ ശനിയും ഞായറും ഒക്കെ VIP ഡ്യൂട്ടി എനിക്ക് വരാൻ ഒക്കത്തില്ല, വരാൻ വിചാരിച്ചാലും എനിക്ക് പറ്റുന്നില്ലമ്മ VIP ഡ്യൂട്ടി. അവൻ ജോലി ചെയ്യാൻ മിടുക്കനാണ്, ജോലി ചെയ്യാൻ മനസ്സാണ്, ശാന്തനാണ്, ആരുടെ മുമ്പിലും വളരെ ഒബീഡിയൻ്റാണ്. ഈ ആരെങ്കിലും പേര് പറഞ്ഞിരുന്നോ ഏതാളാണ് തനിക്കിങ്ങനെ ഒപ്പിടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത്? മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അത് പറഞ്ഞിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഒപ്പിടണമെന്ന്. ആ സമ്മർദ്ദമാണ് അവനെ. ആ സമ്മർദ്ദം എന്താണെന്ന് നിങ്ങൾ അതാരാണ് സമ്മർദ്ദം എന്തായിരുന്നെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ഈ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ്, എവിടെ നിന്നുള്ള സമ്മർദ്ദമാണ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഇനി എൻ്റെ പോലെ ഒരമ്മയ്ക്കും ഇത് വരാൻ പാടില്ല. അതെൻ്റെ ഒരു യാചനയാണ് നിങ്ങളോട്. കേരളത്തിൽ ഒരു പോലീസുകാർക്കും എൻ്റെ മോൻ്റെ ദുർഗതി വരാൻ പാടില്ല. എനിക്ക് പ്രതികാരമില്ല, എനിക്ക് കേസുമില്ല. ഈ പ്രായത്തിൽ എനിക്ക് എങ്ങും പോകാനും പറ്റത്തില്ല. ഞാൻ ഇനി വീട്ടിൽ നിന്ന് ഈ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പറ്റുന്ന പ്രായമല്ല. പിന്നെ ബൈബിളിൽ പറയുന്ന പോലെ പ്രതികാരം ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു കഴിഞ്ഞു. തമ്പുരാൻ ചോദിച്ചോട്ടെ. പക്ഷേ തമ്പുരാൻ ഇന്നലെ പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചതെല്ലാം കൃത്യമായിട്ട് അതാരെങ്കിലും ടേപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ പ്രസംഗം കറക്റ്റായിട്ട് അച്ഛൻ പ്രസംഗിച്ച് കറക്റ്റായിട്ട് പറഞ്ഞ്. ഒരു പോലീസുകാർക്കും ഇത്തരത്തിലുള്ളൊരു ഗതി ഉണ്ടാകരുത്. കാരണം മാത്രമല്ല അമ്മയുടെ മറ്റു മക്കളുടെ സേനയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പോലീസ് സേനയിൽ ഇത്രമേൽ സമ്മർദ്ദം വരുമ്പോൾ പോലീസ് സേനയിലേക്ക് തന്നെ ആളുകൾ എത്താനും മടിക്കുന്നു. കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അമ്മമാർക്ക് ആദി കൂടുന്നു. ഈ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടല്ലേ? ഒരുപാട് അമ്മമാർ എൻ്റെ കണ്ണുനീര്
സാക്ഷിയാകുന്നുണ്ട്. ഒരുപാട് അമ്മമാർ. ഞാൻ പഠിപ്പിക്കുക എൻ്റെ പിള്ളേരടുത്ത് ഞാൻ പറയും, മക്കളെ നിങ്ങൾ പോലീസിലാണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായിട്ടങ്ങ് പോകണം. ഒഴുക്കിനെതിരെ നീന്താൻ പോകരുത്, നിങ്ങൾ ഒറ്റപ്പെടും. അത് ഞാനിപ്പോൾ പറയാൻ തുടങ്ങി. എല്ലായിടത്തും എൻ്റെ അടുത്ത് വരുന്ന പോലീസുകാരത്തെല്ലാം പിള്ളേർ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഞാൻ പറയും, ഒഴുക്കിനനുകൂലമായിട്ട് പോകുക, ഒഴുക്കിനെതിരെ നീന്തരുത്, നിങ്ങൾ ഒറ്റപ്പെടും. എന്താണോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യണം. ജെയ്സൺ അലക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ട് എത്ര കാലമേ? 20 വർഷം കഴിഞ്ഞു. ഈ 20 വർഷവും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലെത്തിയതിന് ശേഷം? ഇല്ല, ഇപ്പോഴാണ് ഇത്രയും സമ്മർദ്ദം വന്നത്. മുമ്പ് അവൻ വളരെ ഹാപ്പിയായിട്ടാണ് ജോലി ചെയ്തത്, വളരെ ഹാപ്പി. അവന് ജോലി അറിയാം, നന്നായിട്ട് ജോലി അറിയാം. അതുകൊണ്ടല്ലേ അവനെ ഇത്രയും നാൾ ഈ തിരുവനന്തപുരത്ത് ഇട്ടിരുന്നത്. അവന് നന്നായിട്ട് ജോലി അറിയാം, ബുദ്ധിയുണ്ട്, അവന് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. എൻ്റെ മോനല്ലേ, ഞാനിപ്പോഴും ജോലി ചെയ്യുന്നെങ്കിൽ എൻ്റെ മോനല്ലേ, അവന് ജോലി ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ജോലി. അന്നും VIP ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ തലേന്ന് 11:30 വന്ന ആൾ അന്നത്തെ ദിവസം താമസിച്ചൊന്നുകൊണ്ട് എന്നെ വിളിച്ചില്ല, അതിൻ്റെ തലേന്ന് വിളിച്ചു. പക്ഷേ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം 11:30 ആയപ്പോൾ വന്നപ്പം അവൻ്റെ ഭാര്യ ചോദിച്ചു, മമ്മി വിളിക്കുന്നില്ലേന്ന്. മമ്മി ഉറങ്ങിക്കാണും, മമ്മി ഇനി ബുദ്ധിമുട്ടിക്കണ്ട, അന്ന് വിളിച്ചില്ല. കാരണം 11:30 വന്നത്. പിന്നെ രാവിലെ 5:30 വീണ്ടും VIP ഡ്യൂട്ടിയുടെ റിഹേഴ്സലിന് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച്, അവനെന്തോ സമയം കിട്ടുന്നത്, ഒന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്ന് ഉറങ്ങാനോ ഇതിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ എത്ര മണിക്കൂറാണ് കിട്ടുന്നത്? ഒന്ന് ആലോചിച്ചേ. 11:30 വന്നവൻ വീണ്ടും 5:30 പോകുന്നു. ചോറും പൊതിഞ്ഞ് രാവിലെയുള്ള കാപ്പിയും കുടിച്ച് അവൻ രാവിലെ പോയവൻ 10 മണിയായപ്പോൾ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പം ഓഫീസിൽ നിന്ന് ഇവന് അന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് പങ്കെടുക്കേണ്ടവനാണ്, അവൻ ഓഫീസിൽ കാണുന്നില്ല. അപ്പം ഇവൻ വണ്ടി, ഇവന് കാറും ഉണ്ട് ബുള്ളറ്റും ഉണ്ട്. ബുള്ളറ്റ് ഞാൻ 98 ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്, ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തതാണ്, റെഡിയെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അതവൻ ഇപ്പോഴും അത് പുതിയതായിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും ഹാൻഡ് ഓവർ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ പറയുന്നത് വിറ്റുകളാ, ആർക്കും കൊടുക്കാൻ ഞാൻ പറഞ്ഞു. കാര്യം കൂടി ചോദിക്കട്ടെ അമ്മേ, നമുക്ക് നമ്മുടെ അമ്മയുടെ മകനെ നഷ്ടപ്പെട്ടു, അമ്മയുടെ മക്കളെ ഇനിയും പോലീസിലുണ്ട്. അമ്മ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DGPക്ക്, മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് ആർക്ക് പരാതി നൽകുന്നുണ്ട്? ഇല്ല, എനിക്കൊരു പരാതിയും ഇല്ല. പരാതിയല്ല എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ കണ്ടില്ലേ, ഞാൻ എന്തും വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ തമ്പുരാനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, കുടുംബ സമാധാനത്തോടെ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നറിഞ്ഞു ഒരു കാര്യവുമില്ല. ഈ പരാതി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പരാതി കൊടുത്താലും തേച്ച് മായ്ച്ച് കളയും. എനിക്ക് നന്നായിട്ടറിയാം. എന്ത് പരാതി കൊടുത്താലും ഏത് നിലവാരത്തിൽ പോയാലും. അമ്മയ്ക്ക് സമ്മർദ്ദം ഉണ്ടായോ പോലീസിൽ പരാതി കൊടുക്കരുത് എന്നുള്ള തരത്തിൽ? അമ്മയ്ക്കോ മറ്റ് മക്കൾക്കോ ഇങ്ങനെ ജോലി ചെയ്യുകയാണല്ലോ ഇനി സഹോദരനെതിരെ അത്തരത്തിൽ? അല്ല, ഞാൻ പരാതി കൊടുത്താലും ഇവർ ഒരു പ്രഹസനമായിട്ട് ചിലപ്പോൾ അന്വേഷിച്ചെന്നിരിക്കും. പക്ഷേ എനിക്കതിൽ നിന്ന് ഒരു നീതിയും കിട്ടുമെന്ന് 1% പോലും വിശ്വാസമില്ല. എനിക്ക് 2 കാര്യമേ ഉള്ളൂ. എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആരോടും ഒരു പ്രതികാരമില്ല. പ്രതികാരം ഞാൻ തമ്പുരാന് വിട്ടുകൊടുത്തു കഴിഞ്ഞു. പക്ഷെ തമ്പുരാൻ വിടത്തില്ല. എൻ്റെ പൊന്നുമക്കളെ, തമ്പുരാനൊരു ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് തമ്പുരാൻ കൊടുത്തിരിക്കും ശിക്ഷ, അതെനിക്ക് ഉറപ്പാണ്. ഒരു പോലീസുകാർക്ക് ഈ ഗതികേടുണ്ടാകും? ഈ ഒരിക്കലും ഒരു പോലീസുകാരന് ഗതികേടുണ്ടാകരുത്. ഇങ്ങനെ ഒരു അമ്മ കണ്ണീരൊടുക്കാനും പാടില്ല. ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ജീവനക്കാരെ പീഡിപ്പിക്കുകയും ചെയ്യരുത്. അതെ, ഇങ്ങനെയുള്ള സമ്മർദ്ദവും പോലീസുകാരുടെ പ്രഷറും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തുടച്ചു മാറ്റണം. ഒരു ശുദ്ധികലശം നടത്തണം. ഇനിയുള്ള അമ്മമാർക്കൊന്നും ഈ കണ്ണീരൊഴുക്കേണ്ടി വരരുത്. അതുപോലെ ആരും എൻ്റെ മോനെപ്പോലെ ബലിയാടാവാൻ പാടില്ല. ഇത് അവസാനത്തെ ഒരു കണ്ണിയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവശേഷിക്കട്ടെ. എന്ന് ഈ അമ്മ പറയുന്നത്, ഇത് പോലീസ് സേനയിലൊരു ശുദ്ധികലശം ആവശ്യമാണ്. ഞാൻ പരാതി നൽകുന്നില്ല, പരാതി ദൈവത്തിനാണ് നൽകുന്നത്, പരാതി നൽകിയിട്ട് കാര്യമില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.